അന്ന് രാത്രി ഇയാൾ ഇങ്ങനെ സ്വസ്ഥമായിട്ട് കിടക്കുമ്പോഴാണ് മരണത്തിന്റെ വിളി വരുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സംഗതി അത് ഞാൻ പറഞ്ഞ കുടുംബം നല്ല രൂപത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ബിസിനസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തിനൊരു ചോദ്യം വരും. ഒരു കഥ ഉണ്ട്, പഴയ ഒരു കഥയാണ്, അറബി കഥയാണ്. ആ കഥ എത്രേ ഉള്ളൂ, ഒരാള് ആ ആൾക്ക് ജീവിക്കാൻ ഉള്ള സമയത്ത് അത്രയും ആൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക. ആൾ ജീവിക്കണില്ല, ആൾ നല്ലൊരു വസ്ത്രം വാങ്ങണില്ല, ആൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണില്ല, ആൾ ഇങ്ങനെ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുക. ഇയാൾക്കൊരു ലക്ഷ്യമുണ്ട്, എന്ത്, ഇത്ര വയസ്സാകുമ്പോൾ എൻ്റെ പണി ഹാർഡ് വർക്കിംഗ് കംപ്ലീറ്റ് നിർത്തി വെച്ചിട്ട് എന്ത് ചെയ്യണം, എനിക്ക് ജീവിക്കണം. ഇത്ര വയസ്സായി കഴിഞ്ഞാൽ ഇതൊക്കെ നിർത്തി വെച്ചിട്ട് ജീവിക്കണം. അങ്ങനെ ഈ മനുഷ്യന് ഒരു ദിവസം അങ്ങോട്ട് എത്തി, ആളുടെ മുഴുവൻ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയിലൊക്കെ ഉഷാറായി നിൽക്കുന്ന സമയത്ത് ഇയാൾ പറയും, ഓക്കെ, ഇന്ന് മുതൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ജീവിക്കാൻ പോവാണ്, നാളെ മുതൽ ജീവിക്കാൻ വേണ്ടി പോവാണ്, ഞാൻ പണികളൊക്കെ നിർത്താൻ പോവാണ്. അന്ന് രാത്രി ഇയാൾ ഇങ്ങനെ സ്വസ്ഥമായിട്ട് കിടക്കുമ്പോഴാണ് മരണത്തിന്റെ വിളി വരുന്നത്. മരിക്കാനുള്ള സമയം മരണത്തിന്റെ വിളി വരുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഇപ്പൊ പെട്ടെന്ന് കൊണ്ടുപോകല്ലേ, ഒരു കൊല്ലം സമയം എനിക്ക് തരണം, കാരണം ഞാൻ ഉണ്ടാക്കി വെച്ചത് അത്ര ഉണ്ട്, അതൊന്നും എനിക്ക് ഒന്ന് ജീവിക്കാനൊരു സമയം പോസിബിൾ അല്ല. ഒരു മാസം സമയം തരും, അങ്ങനെ ചോദിച്ചു ഒരു ദിവസം ഇല്ല. അവസാനം ഇയാൾ വെക്കുന്നുണ്ട്, ഞാൻ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടൊരു സമയം തരും, ഒറ്റ എഴുതിക്കോ. അപ്പോൾ പറഞ്ഞു, ജീവിക്കണം. ഓട്ടത്തിൽ മാത്രമല്ല, എന്തുണ്ടാവണം, ജീവിക്കണം. നിങ്ങൾക്ക് വേണ്ടി എന്ത് കാത്തു നിൽക്കൂല, മരണമൊന്നും കാത്തു നിൽക്കൂല. അതിന് മുമ്പ് എന്ത് ചെയ്യണം, ജീവിക്കണം.